Hello guys, good morning. Welcome to Priya Anthony Vlogs once again. അപ്പോൾ ഇന്ന് നമ്മൾ സോമനാഥ് എത്തിയൊക്കെയാണ്. കാലത്ത് 5 മണിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബസ് പാർക്കിംഗ് നമുക്ക് 1 കിലോമീറ്റർ നടക്കാവുള്ളൂ. 6 മണിക്ക് മന്ദിർ തുറക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നടക്കാമെന്ന് വിചാരിച്ചു. സോമനാഥ് മെയിനായിട്ടുള്ളത് നമുക്കിവിടെ സോമനാഥ് മന്ദിരമാണ്. അതിൻ്റെ കൂടെ ഒരു ജ്ഞാനസ്ഥാന എന്നൊരു മന്ദിരം കൂടി ഉണ്ട്. രണ്ടെണ്ണമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഗിർ നാഷണൽ പാർക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ കാണാം ബാക്കി വീഡിയോയിൽ. സോമനാഥ് ക്ഷേത്രം ഭഗവാൻ ശിവന്റെ 12 ജ്യോതിലിംഗങ്ങളിൽ ഒന്നും അതിലെ ആദ്യത്തേതുമാണ്. ഇപ്പോൾ എല്ലാവരും ഇതേ ഉള്ളിലേക്ക് കയറുന്ന സ്പീഡ് കാണുന്ന സോമനാഥിൻ്റെ ഉള്ളിലേക്ക് കണ്ടമാനം പൂക്കളായിട്ട് കണ്ടമാനം ആൾക്കാരുണ്ട്. ഉള്ളിലേക്ക് മൊബൈൽ എവിടെ എല്ലാം തന്നെയാണ് തോന്നണത്. അപ്പോൾ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റുന്നതല്ല. ഒരു പുരാണ കഥ പ്രകാരം ചന്ദ്രദേവൻ ശപത്തിൽ നിന്ന് മോചിതനാകാൻ ഈ ക്ഷേത്രം ആദ്യം സ്വർണത്തിൽ പണിതെന്ന് വിശ്വാസമുണ്ട്. അതിനാലാണ് അതിനെ സോമനാഥ് എന്ന പേര്. സോം അഥവാ ചന്ദ്രൻ, നാഥ് അഥവാ രക്ഷകൻ. സോമനാഥ് മന്ദിർ ചെന്നു, കണ്ടില്ലേ പിന്നിൽ കാണുന്നത്. ഭയങ്കര സ്പിരിച്വൽ ഫീലിംഗ് ആണ്. എന്താ പറയാ, നമ്മള് വേളങ്കണിയിലേക്കൊക്കെ പോണ പോലെ കണ്ടമാനം ആൾക്കാരുണ്ട് ഇവിടെ. കാലത്ത് 6 മണി 5:30 വന്ന് നിൽക്കുന്നതാ ഉള്ളി കയറാനായിട്ട്. ബാഗും അതുപോലെ മൊബൈല് ചെരുപ്പൊക്കെ അതാത് സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. ഭയങ്കര തണുപ്പുണ്ട് കാലത്തായതുകൊണ്ട് തന്നെ. എന്താ പറയുക, പ്രത്യേക നല്ല സ്പിരിച്വാലിറ്റി ഫീൽ ചെയ്യും നമുക്ക്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ അനവധി തവണ നശിപ്പിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് ഈ കാണുന്ന സോമനാഥ് ക്ഷേത്രം. ഏകദേശം 17 തവണ ഇത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ക്ഷേത്രം 1951 സർദാർ വല്ലഭായ് പട്ടേൽ ഉദ്ഘാടനം ചെയ്ത് കെട്ടിടമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഓഷ്യൻ വ്യൂ എന്നൊരു സംഭവം ഉണ്ട്. അതവിടെ പോയാൽ നമുക്ക് അവിടേക്ക് നേരത്തെ അവിടെ കടലുണ്ട്. കടലിൻ്റെ അവിടേക്ക് പോകാൻ പറ്റും. എൻട്രൻസ് ഫീ ഉണ്ടോയെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം നമുക്ക്. വ്യൂ കാണാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. 5 രൂപയാണ് ടിക്കറ്റ് വരണേ. പക്ഷേ ഗൂഗിൾ പേയിൽ അവിടെ അല്ല, ചേഞ്ച് ഇല്ലെങ്കിൽ ഉള്ളിൽ എടുത്തില്ല. കാണുന്ന ഫ്രണ്ടിൽ പോണ 2 ഹിന്ദിക്കാരാണ് ഇങ്ങനത്തെ ടിക്കറ്റ് എടുത്തത്. കടലിനോട് ചേർത്തിട്ട് തന്നെ ഉള്ളൊരു സ്റ്റാച്ചു ആണ് ഈ കാണുന്ന ഹനുമാൻ സ്റ്റാച്ചു. കണ്ട ഇവിടെ കടലുണ്ട്. അടിപൊളി കടലാട്ടാ. അധികം ആൾക്കാരൊന്നും ഇല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള കടൽ കാണാം. കുതിര സഫാരി ഉണ്ട്. പിന്നെ നേരത്തെ ദ്വാരക്കയിൽ പോയിട്ടുള്ള ക്യാമൽ സഫാരി ഉണ്ട്. ക്യാമൽ സഫാരി ഞാൻ പോകുന്നതല്ല, നല്ല റിസ്ക്കാണ്. ഇതിലിപ്പോൾ ക്യാമലിൽ പിടിക്കാനായിട്ടുള്ള പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതുണ്ടായിരുന്നില്ല നേരത്തെ. ഈ ക്ഷേത്രം ഹിരൺ, കപിൽ, സരസ്വതി എന്നീ 3 നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും ഇവിടുത്തെ കടല് കാണാല്ലേ. അപ്പൊ സോമനാഥ് മന്ദിറിന്റെ അടുത്തുള്ള കടലാണിത്. കൊള്ളാം, നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട് കടലെല്ലാം. കണ്ട ആൾക്കാർ കാലത്ത് തന്നെ കടല് കാണാൻ ഇറങ്ങിയേക്കാണ്. ഇവിടുത്തെ മെയിൻ കാര്യം എന്താ വെച്ചാല് ഭയങ്കര പീസ്ഫുൾനെസ്സാ. വല്ലാണ്ട് ആൾക്കാര് എന്താ പറയാ, ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെ പൈസ 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 എന്നുള്ള സംഭവം ഇവിടെ കണ്ടില്ല കേട്ടോ. നല്ലൊരു പീസ്ഫുൾനെസ് ഉണ്ട്. പിന്നെ കാലത്ത് തന്നെ കാരണമായിരിക്കാം നമുക്ക് നല്ല സ്പിരിച്വലി നല്ല ഗുഡ് ഫീലിംഗ്.
ഒന്നല്ല, ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് കയറാന്ന് വിചാരിക്കുക. വഴിയോടെ നടക്കാൻ നമുക്ക് സോമനാഥ് കാണാം. കണ്ടാ, സോമനാഥ് മന്ദിറിന്റെ ചെറിയൊരു ഭാഗം ഇവിടുന്ന് കാണാൻ പറ്റും. ദക്ഷിണ ധ്രുവത്തിലേക്ക് നേരെ കാണുന്ന സ്ഥലം, അതായത് ഈ ക്ഷേത്രത്തിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈന് നമ്മുടെ സൗത്ത് പോളിലേക്ക് പോയാൽ അവിടെ തടസ്സപ്പെടാനായിട്ട് വേറെ ഒന്നുമില്ല അത്ര. അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ ഇല്ല അത്. കുറേ ക്ഷേത്രങ്ങൾ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ സോമനാഥ് ക്ഷേത്രം ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. എന്തെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര പോസിറ്റീവ് ഫീല് കിട്ടുന്നതാണ്. കുറച്ചു നേരം നമ്മൾ സംസാരിക്കാണ്ട് മെഡിറ്റേഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കത് ഫീൽ. പിന്നെ അങ്ങോട്ട് കുറെ നടക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോണില്ല, അവിടേക്ക് എക്സിറ്റ് ഇല്ല എന്നാ പറഞ്ഞു കേട്ടെ. തിരിച്ച് ഇനി പോവാണ്. അങ്ങനെ കുറേ നാള് ഗുജറാത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ദിവസം ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. അങ്ങനെ സൗത്ത് ഇന്ത്യൻ മസാല ദോശ കഴിക്കാന്നുള്ള പ്ലാനായി. രാത്രി വന്ന സ്ഥലം, രാത്രിയല്ല ഇന്ന് പുലർച്ച. വീഡിയോയില് ഇരുട്ടായ കാരണം ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് സോംനാഥ് മന്ദിർ വരാനുള്ള എൻട്രൻസ് ഭാഗം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മടക്കം ചെല്ലാണ്. പ്ലാനൊന്നുമില്ല, പ്ലാനില്ലാത്ത ട്രിപ്പാണല്ലോ. പിന്നെ ഗിർ നാഷണൽ പാർക്ക് പോകണമെന്നുണ്ട്. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഗിർ നാഷണൽ പാർക്ക്. അപ്പോൾ ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് കണ്ടത്. അപ്പോൾ എവിടെ നിന്നാണ് ബസ് കിട്ടാമെന്നറിയില്ല, ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. പ്ലാനിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ. ഗിർ പോകണമെങ്കിൽ വണ്ടി ഇവിടെ ഡയറക്റ്റ് ഇല്ല. 2 വണ്ടി കയറിയിട്ട് പിന്നെ വേണം ഗിർ പോകാനായിട്ട്. പിന്നെ ഗിർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ അവിടെ പോയിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ അടിച്ച് അതുപോലെ 2 ബീറൊക്കെ പൂശി പടയ്ക്കാം. ആ പ്ലാനിൽ ഒന്ന് പോവാം. ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡ്രൈവർ റൂം ഉണ്ട്. കണ്ട, ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഡ്യൂ ഉള്ളിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോൾ 8:50 വണ്ടി എന്ന് പറഞ്ഞിട്ടില്ലേ. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതാണോന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഗിർ ഇനി ഫ്യൂച്ചറിൽ ഭാഗ്യമുണ്ടെങ്കിൽ വേറെ സമയത്ത് പോവാം. ഡ്യൂവിൻ്റെ അവിടെ എത്തിയിട്ട് ഏകദേശം ഇവിടെ നിന്ന് 8 കിലോമീറ്ററുള്ള ഡ്യൂ എത്താനായിട്ട്. വനക്പാറ വില്ലേജ്. Where ocean meets divinity, the soul finds peace. Somnath speaks in silence. പലവർക്കും ബൈ ഫ്രം പ്രിയ ആന്റണി വ്ളോഗ്.